Hi friends. Third type of condition, that is counterfactual or impossible. നടക്കാത്ത കാര്യം അതാണ്. അതിനകത്ത് ടെൻസിൻ്റെ സീക്വൻസ് ഞാൻ പറഞ്ഞു. ഇഫ് ക്ലോസിൽ പാസ്റ്റ് പെർഫെക്റ്റ്, മെയിൻ ക്ലോസിൽ വുഡ് ഹാവ് പ്ലസ് പാസ്റ്റ് പാർട്ടിസിപ്പിൾ. അപ്പോൾ ഞാനിവിടെ എക്സർസൈസ് തന്നിരിക്കുന്നതിനകത്ത് വെർബ് മാത്രമേ തന്നിട്ടുള്ളൂ. കാരണം ബാക്കിയുള്ള എല്ലാം വുഡ് ഹാവ് ആണെന്നുള്ളത് അറിയാം. അപ്പം ആ വെർബിൻ്റെ ഫോം മാത്രം എഴുതിയാൽ മതി. ഓക്കെ, ഇസ് ദാറ്റ് ക്ലിയർ ടു യു? ലെറ്റ്സ് ബിഗിൻ. ഓക്കെ, സോ ദ ഫസ്റ്റ് വൺ ഈസ് ഇഫ് വി ഹാഡ് ടേക്കൺ എ ടാക്സി അറൈവ്. ഇപ്പം എന്തായിരിക്കും ഇവിടെ വരുന്നത്? വി വുഡ് ഹാവ് അറൈവ്ഡ്. വി വുഡ് ഹാവ് അറൈവ്ഡ് അല്ലേ? വി വുഡ് ഹാവ് അറൈവ്ഡ് അല്ലേ? ഇപ്പം ഇവിടെ വരുമ്പം വുഡ് അത് എല്ലാത്തിനും അത് തന്നെ. ഹാവ് അറൈവ്ഡ്, ARRIVED, അതായത് പാസ്റ്റ് പാർട്ടിസിപ്പിൾ. മനസ്സിലായല്ലോ? ക്ലിയർ അല്ലേ? രണ്ടാമത് ഇഫ് യു ഹാഡ് ടോൾഡ് ദ ട്രൂത്ത്, ദെൻ ഇപ്പോൾ ഇവിടെ വരുന്നത് വുഡ് ഹാവ് അണ്ടർസ്റ്റുഡ് ആണ്. വുഡ് ഹാവ് പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഓഫ് ബീൻ. ഐ വുഡ് ഹാവ് ബീൻ ഹാപ്പി. ഐ വുഡ് ഹാവ് ബീൻ ഹാപ്പി. I would have been happy. I would have been happy if he had told the truth. മൂന്നാമത്, if he had known about the risk. If he had known, main clause എന്താ വരുന്നത്? If he had known about the risk, he would have taken care. He would have taken care. He would have taken. ഇവിടെ വന്ന് taken ആണ്. ഇത് would, W stands for would and have. So would have taken care എന്നാണ്. നാലാമത്തെ, she would have short form ആയിട്ട് സ്വീകരിക്കുക. W സ്ഥലമില്ല. She a gift if she had remembered you. ഇപ്പം മെയിൻ ക്ലോസിലാണ് സംഭവം. ഷീ വുഡ് ഹാവ് സെൻറ്റ്. ഷീ വുഡ് ഹാവ് സെൻറ്റ്. ഷീ വുഡ് ഹാവ് സെൻറ്റ് പാസ്റ്റ് പാർട്ടിസിപ്പിൾ സെൻറ്റ്. ഷീ വുഡ് ഹാവ് സെൻറ്റ് എ ഗിഫ്റ്റ്. ആൻഡ് ഫിഫ്ത്ത് വൺ ഈസ് ഇഫ് ഐ ഹാഡ് ഗിവൺ മച്ച് റിസീവ്. ഐ വുഡ് ഹാവ് റിസീവ്ഡ്. ഐ വുഡ് ഹാവ് റിസീവ്ഡ്. See, past participle. I would have received. All right. And 6, people could have. Would could മാറ്റി ഉപയോഗിക്കാമെന്നാണ്. നമ്മൾ they are free variables. എന്നാണ് പറഞ്ഞാൽ ഇപ്പം വുഡിന് പകരം കുഡ് ഉപയോഗിക്കാം കോണ്ടക്സ്റ്റ് അനുസരിച്ച്. അതിന് നമ്മൾ പറയുന്നതെന്നു വെച്ചാൽ they are free variables. മീൻസ് അങ്ങോട്ടും മാറ്റി വുഡിന് പകരം കുഡ് ഉപയോഗിക്കാം കോണ്ടക്സ്റ്റ് അനുസരിച്ച്, സന്ദർഭം അനുസരിച്ച്. മനസ്സിലായി? എല്ലായിടത്തും കുഡല്ല. അപ്പോൾ നമ്മൾ പറയാം പീപ്പിൾ കുഡ് ഹാവ് എൻജോയ്ഡ് എ ലോട്ട് ഇഫ് ദേ ഇനി വരേണ്ടത് എന്നാണ്? മെയിൻ ക്ലോസിലാണ് വരേണ്ടത്. സോറി, ഇഫ് ക്ലോസിൽ പാസ്റ്റ് പെർഫെക്റ്റ്. ബിയുടെ പാസ്റ്റ് പെർഫെക്റ്റ് ആണ് ബീൻ. ഇപ്പം ഹാവ് ബീൻ. ഇഫ് ദേ ഹാവ് ബീൻ. If they have been generous. 7th, I could have helped friends if I had been very rich. Past perfect, if I had been very rich. And the last one, birds would have sung well if they had seen. Had seen beautiful flowers. നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇത്രേ ഉള്ളൂ. ഇഫ് ക്ലോസിൽ പാസ്റ്റ് പെർഫെക്റ്റ് ആയിരിക്കും. മെയിൻ ക്ലോസിൽ വുഡ് ഹാവ് പ്ലസ് പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഓഫ് ദ ഗിവൺ വെർബ്. അതാണ് ഇവിടെ എല്ലാം തന്നിരിക്കുന്നത്. ബിയുടെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ബീൻ. സെൻറ്റിൻ്റെ സെൻറ്റ് അല്ലേ? അതുപോലെ തന്നെ ടേക്കിൻ്റെ ടേക്കൺ. സിയുടെ സീൻ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഉപയോഗിക്കാം. അപ്പം ഇതിനകത്ത് സംഭവം സിമ്പിളാണ്. എന്താണെന്ന് വെച്ചാൽ മെയിൻ ക്ലോസ് ആണെങ്കിൽ വുഡ് ഹാവ് എന്നുള്ളത് ഫിക്സ്ഡ് ആവും. പിന്നെ തന്നിരിക്കുന്ന വെർബിൻ്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ എഴുതുക. ഇഫ് ക്ലോസിൽ പാസ്റ്റ് പെർഫെക്റ്റ് ഉപയോഗിക്കുക. നമ്മളത് ചെയ്തു, ഭംഗിയായിട്ട് ചെയ്തു. എല്ലാവർക്കും ഫുൾ മാർക്കാണ്. എല്ലാവർക്കും A+. So bye.